CIB എക്സാമിലെ പേപ്പർ 1 ABM അതിൽ ഗ്യാരണ്ടി എന്നൊരു ടോപ്പിക്കിനെ പറ്റിയുള്ള പോഡ്കാസ്റ്റ് കേൾക്കാം. ഇത് ABM പേപ്പർ 1 മൊഡ്യൂൾ സിയിലെ ഒരു ടോപ്പിക്കാണ്. ലോൺ കൊടുക്കുക എന്നതാണല്ലോ ബാങ്കിന്റെ പ്രധാന ബിസിനസ്. പക്ഷേ അവര് കൊടുക്കുന്ന ഓരോ രൂപയിലും ഒരു റിസ്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പണം ഒരുപക്ഷെ തിരികെ വന്നില്ലെങ്കിലോ എന്നുള്ള ആ ചോദ്യം. ശരിക്കും പറഞ്ഞാ പണം കടം കൊടുക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള കളിയാണ്. നമ്മളൊരു സുഹൃത്തിനെക്കുറിച്ച് പണം കൊടുക്കുന്നത് പോലെ. പക്ഷെ ഒരു വലിയ ബിസിനസ്സാവുമ്പോൾ വെറും വിശ്വാസം മാത്രം മതിയോ? പോരല്ലോ. ഇനി തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഈയൊരു ചോദ്യം ബാങ്കുകളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോ ബാങ്കുകൾക്ക് എങ്ങനെ ഈ റിസ്ക് ഒന്ന് കുറയ്ക്കാൻ പറ്റും? ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിലെ ഹീറോയുടെ എൻട്രി, അതായത് ഗ്യാരണ്ടറുടെ വാഗ്ദാനം. ലളിതമായി പറഞ്ഞാൽ, ലോൺ എടുത്ത ആള് പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തിൽ നിന്ന് ബാങ്കിനെ സംരക്ഷിക്കുന്ന ഒരു സേഫ്റ്റി നെറ്റ്, ഒരു സുരക്ഷാ കവചം, അതാണ് ഈ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി എന്നതിനെ നമുക്കൊരു സാമ്പത്തിക കുടയായിട്ട് സങ്കല്പിക്കാം, അല്ലേ? വായ്പ തിരിച്ചടവ് മുടങ്ങുന്നത് ഒരു പെരുമഴയാണെങ്കിൽ ആ മഴയത്ത് നനയാതെ ബാങ്കിന്റെ പണത്തെ സംരക്ഷിക്കുന്നത് ഈ കുടയാണ്. കണ്ടോ? ഈയൊരു സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും തെളിയിക്കാനില്ലാത്ത സാധാരണക്കാർക്ക് പോലും ലോൺ കൊടുക്കാൻ ബാങ്കുകൾ പലപ്പോഴും തയ്യാറാകുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ ഗ്യാരണ്ടി? ഇതൊരു 3 പേർ ചേർന്നുള്ള ഒരിടപാടാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഒന്നാമത്തെയാൾ പണം വേണ്ടാൾ, അതായത് കടം വാങ്ങുന്നയാൾ. രണ്ടാമത്തെയാൾ പണം കൊടുക്കുന്ന ബാങ്ക്. ഇവർക്കിടയിൽ സ്വാഭാവികമായും ഒരു വിശ്വാസത്തിന്റെ കുറവുണ്ടാകാം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് മൂന്നാമതൊരാൾ വരുന്നത്, ഗ്യാരണ്ടർ. അയാൾ ബാങ്കിനോട് വന്ന് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, അദ്ദേഹം പണം തന്നില്ലെങ്കിൽ ആ കടം ഞാനേറ്റു, ഞാൻ തരും. ഇതാണ് ആ നിയമപരമായ ഒരു ഉറപ്പ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉറപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ കൊടുക്കുന്ന എല്ലാ ഉറപ്പുകളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഈ വാഗ്ദാനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസം ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ലോണിനാണ് ഗ്യാരണ്ടി നിൽക്കുന്നതെന്ന് വെക്കുക. അതൊരു അൺലിമിറ്റഡ് ഗ്യാരണ്ടിയാണെങ്കിൽ ആ 10 ലക്ഷം രൂപയും അതിന്റെ പലിശയും പിഴയുമടക്കം മുഴുവൻ ബാധ്യതയും നിങ്ങളുടെ തലയിലാകും. പക്ഷേ അതൊരു ലിമിറ്റഡ് ഗ്യാരണ്ടിയാണെങ്കിലോ? നിങ്ങൾക്ക് മുൻകൂട്ടി പറയാം, നോക്കൂ, ഞാനിതിൽ പരമാവധി 2 ലക്ഷം രൂപയ്ക്ക് മാത്രമേ ഉത്തരവാദിയാകുന്നുള്ളൂ എന്ന്. ഇത് ഗ്യാരണ്ടി നിൽക്കുന്ന ആളുടെ റിസ്ക് ഒരുപാട് കുറയ്ക്കും, അല്ലേ? ഈ നമുക്ക് പ്രധാനപ്പെട്ട 3 തരം ഗ്യാരണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പേഴ്സണൽ ഗ്യാരണ്ടി. പേരുപോലെ തന്നെ ഒരു വ്യക്തി സ്വന്തം ആസ്തി വെച്ച് ഉറപ്പുകൊടുക്കുന്നു. ഒരു കമ്പനി ഡയറക്ടർ സ്വന്തം വീട് ഈടുവെച്ച് കമ്പനിക്ക് വേണ്ടി ലോൺ എടുക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. രണ്ടാമത്തേത് ബാങ്ക് ഗ്യാരണ്ടി. ഇത് സാധാരണ വലിയ ബിസിനസ് ഡീലുകളിലാണ് കാണാറ്. ഇവിടെ ഒരു ബാങ്ക് തന്നെ മറ്റൊരാൾക്കു വേണ്ടി ഉറപ്പു നൽകുകയാണ്. മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. ഇത് ഇൻഷുറൻസ് കമ്പനികൾ വലിയ നിക്ഷേപങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു തരം സുരക്ഷയാണ്. അതായത് നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ്. അപ്പോ ശരി, ആർക്കൊക്കെയാണ് ഈ ഗ്യാരണ്ടി ശരിക്കും ആവശ്യം വരുന്നത്? നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് റിലയൻസ് പോലുള്ള ഭീമൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അവർക്കൊരു പക്ഷേ ഗ്യാരണ്ടിയുടെ ആവശ്യം വരില്ല, കാരണം അവരുടെ പേര് തന്നെ ഒരു വലിയ ഉറപ്പാണ്, അല്ലേ? എന്നാൽ മറുവശത്ത് ഒരു ചെറിയ കുടുംബ ബിസിനസ് അഥവാ ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണെന്ന് വയ്ക്കുക. അവിടെ കമ്പനിയെയും അതിന്റെ ഉടമയും അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ബാങ്കുകൾക്ക് ആ ഉടമയുടെ വ്യക്തിപരമായ ഒരു ഉറപ്പ് കൂടി വേണ്ടിവരും. അതുപോലെ ചിലപ്പോൾ ലോണിന്റെ രേഖകളൊക്കെ ശരിയാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു കാലയളവിലേക്ക് ഒരു താൽക്കാലിക സുരക്ഷ എന്ന നിലയിലും ഗ്യാരണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത്രയും പവർഫുള്ളായ ഒരു സാമ്പത്തിക ടൂളിന് കുറച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളും വേണ്ടേ? അല്ലെങ്കിൽ ആളുകൾ ഇത് തോന്നിയ പോലെ ദുരുപയോഗം ചെയ്യില്ലേ? തീർച്ചയായും വേണം. അതുകൊണ്ട് തന്നെ ജാമ്യം നിൽക്കുന്നവരെയും ബാങ്കുകളെയും ഒരുപോലെ സംരക്ഷിക്കാൻ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് വളരെ വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതാണ് RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇതിന്റെ എല്ലാം കാടൽ എന്താണെന്ന് വെച്ചാൽ, ഗ്യാരണ്ടി എന്നത് ഒരു അവസാനത്തെ ഓപ്ഷൻ മാത്രമായിരിക്കണം, ആദ്യത്തേതാവരുത്. അതായത് കിട്ടുന്ന എല്ലാ ലോണിനും കണ്ണുമടച്ച് ഒരു ഗ്യാരണ്ടി ചോദിക്കുന്നത് ശരിയായ രീതിയല്ല. എന്തിനാണ് ഇങ്ങനൊരു നിയമം? പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, കമ്പനി ഡയറക്ടർമാരെ അനാവശ്യമായ സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാൻ. 2, ലോൺ കൊടുക്കുന്നതിനു മുൻപ് ശരിയായ രീതിയിൽ റിസ്ക് വിലയിരുത്താൻ ബാങ്കുകളെ പ്രേരിപ്പിക്കാൻ.
അപ്പോ ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ചെക്ക്ലിസ്റ്റ് പോലെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രൊപ്പോർഷണാലിറ്റി അഥവാ ആനുപാതികം. അതായത് ഗ്യാരണ്ടി നിൽക്കുന്ന ആളുടെ ആസ്തിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി എമൗണ്ട് മാത്രമേ വാങ്ങാവൂ. രണ്ടാമത്തെ കാര്യം, ഇത് ഡയറക്ടർമാർക്ക് പണം സമ്പാദിക്കാനുള്ളൊരു വഴിയാകരുത്. എന്നുവെച്ചാൽ ഗ്യാരണ്ടി ഒപ്പിടുന്നതിന്റെ പേരിൽ ഒരു കമ്മീഷനും വാങ്ങാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാങ്കുകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ നിയമങ്ങളും നിർവചനങ്ങളുമൊക്കെയാണല്ലോ സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് ഈ ആശയങ്ങളെല്ലാം ചേർന്ന് യഥാർത്ഥ ലോകത്ത് ബാങ്കുകളുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കിയാലോ? പ്രത്യേകിച്ചും സാമ്പത്തികമായി കുറച്ച് പിന്നോട്ടു പോകുന്ന ഒരു ബിസിനസ്സിന്റെ കാര്യത്തിൽ ഈ ഗ്യാരണ്ടി ഒരു വലിയ റോള് വഹിക്കും. ഒന്നാലോചിച്ച് നോക്കൂ. കമ്പനിയുടെ ഡയറക്ടർമാരോട് ബാങ്ക് വന്ന് നിങ്ങൾ പേഴ്സണൽ ഗ്യാരണ്ടി തരണം എന്നാവശ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? പെട്ടെന്ന് കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി സീരിയസ് ആകും. കാരണം കമ്പനി നഷ്ടത്തിലായാൽ സ്വന്തം വീടും ആസ്തിയും നഷ്ടപ്പെടുമെന്ന ചിന്ത അവരെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. അതൊരു സൈക്കോളജിക്കൽ ഫാക്ടർ കൂടിയാണ്. ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന്റെ ജോലി കഴിഞ്ഞു എന്ന് കരുതരുത്. ഒരിക്കലുമില്ല. അതൊരു തുടർ പ്രക്രിയയാണ്, ഒരു സൈക്കിൾ പോലെ. ആദ്യം അവർ കമ്പനിയെ വിലയിരുത്തുന്നു, പിന്നെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. അതിനുശേഷം നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ചെറിയൊരു സൂചന കണ്ടാൽ പോലും ഈ വിലയിരുത്തൽ പ്രക്രിയ അവർ വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. ഇതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു വശത്ത് നോക്കിയാൽ വലിയ സാമ്പത്തിക പശ്ചാത്തലമൊന്നും ഇല്ലാത്തവർക്ക് ബിസിനസ്സിലേക്കും മറ്റും കടന്നുവരാൻ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്ന ഒരു പാലമാണ് ഈ ഗ്യാരണ്ടി. എന്നാൽ മറുവശത്ത് അതിന്റെ ദുരുപയോഗം തടയാനും അത് ന്യായമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ശക്തമായ നിയമങ്ങളുമുണ്ട്. അതുകൊണ്ട് ഗ്യാരണ്ടി എന്നത് ഒരേ സമയം ഒരു സഹായവും എന്നാൽ അതിലേറെ വലിയൊരു ഉത്തരവാദിത്തവും കൂടിയാണ്.